നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. നിലവിൽ മികച്ച പ്രകടനമാണ് അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമി പുറത്തെടുക്കുന്നത്. MLS ഇതുവരെ ആകെ കളിച്ച 15 മത്സരങ്ങളിൽ നിന്ന് 9 വിജയങ്ങൾ അവർ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഈ ഒരു വിജയങ്ങൾ നേടാൻ അവരെ സഹായിക്കുന്നത് മറ്റാരുമല്ല, സൂപ്പർ താരം ലയണൽ മെസ്സിയാണ്. മെസ്സി ഇല്ലാതെ ആകെ ഇന്റർ മയാമി 13 മത്സരങ്ങളിലാണ് കളിക്കളത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. അതിൽ കേവലം 2 മത്സരങ്ങളിൽ മാത്രമാണ് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതേസമയം മെസ്സി കളിച്ച ഭൂരിഭാഗം മത്സരങ്ങളിലും ഇന്റർ മയാമി വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത മാസം ഒരു വലിയ വെല്ലുവിളി ഇന്റർ മയാമിയെ ഇപ്പോൾ കാത്തിരിക്കുന്നുണ്ട്. എന്തെന്നാൽ കോപ്പ അമേരിക്ക ടൂർണമെന്റിന് വേണ്ടി മെസ്സി അർജന്റീനയുടെ ദേശീയ ടീമിനോടൊപ്പം ആയിരിക്കും ഉണ്ടാവുക. ലയണൽ മെസ്സി ഇല്ലാതെ 5 മത്സരങ്ങൾ ഇന്റർ മയാമിക്ക് കളിക്കേണ്ടി വരും. എന്നാൽ ഇക്കാര്യത്തിൽ അവരുടെ പരിശീലകനായ ടാറ്റ മാർട്ടിനോക്ക് ഇപ്പോൾ ആശങ്കകൾ ഒന്നുമില്ല. അതായത് മെസ്സി ഇല്ലാതെയും ആ മത്സരങ്ങൾ അതിജീവിക്കാൻ കഴിയും എന്നുള്ള ഒരു കോൺഫിഡൻസ് അദ്ദേഹം ഇപ്പോൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നിലവിൽ ഞങ്ങളുടെ താരങ്ങൾ നല്ല ഫോമിലാണ്. താരങ്ങൾ ഈ ഫോം നിലനിർത്തേണ്ടതുണ്ട്. മാത്രമല്ല, താരങ്ങൾ പേടി കൂടാതെ ആത്മവിശ്വാസത്തോടു കൂടി മത്സരങ്ങളെ നേരിടേണ്ടതുണ്ട്. സെന്റ് ലൂയിസ് സിറ്റിക്ക് ശേഷമുള്ള 5 മത്സരങ്ങളിൽ നമുക്ക് വെല്ലുവിളികൾ ഏറെയാണ്. അത് മനസ്സിലാക്കി കളിച്ചാൽ ഈ മത്സരങ്ങളെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. ഇതാണ് ഇന്റർ മയാമി പരിശീലകൻ ഇപ്പോൾ മെസ്സിയുടെ ആ ഒരു അഭാവത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. വാൻകോവർ, അറ്റ്ലാന്റ യുണൈറ്റഡ്, സെന്റ് ലൂയിസ് സിറ്റി എന്നിവർക്കെതിരെയാണ് ഇന്റർ മയാമി അടുത്ത മത്സരങ്ങൾ കളിക്കുന്നത്. ആ 3 മത്സരങ്ങളിലും ലയണൽ മെസ്സി ഉണ്ടാകും. അതിനുശേഷം ഫിലാഡൽഫിയ, കൊളംബസ്, നാഷ്വില്ല FC, ഷാർലറ്റ് FC, സിൻസിനാറ്റി എന്നിവർക്കെതിരെയുള്ള മത്സരങ്ങളാണ് മെസ്സിക്ക് നഷ്ടമാവുക. പിന്നീട് ജൂലൈ 18-ാം തീയതി ടൊറന്റോക്കെതിരെ നടക്കുന്ന മത്സരത്തിൽ മെസ്സി ഇന്റർ മയാമിക്ക് വേണ്ടി കളിക്കളത്തിലേക്ക് തിരിച്ചെത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.